ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ഇവിടെ യേശുവിനെ പിടിച്ചുകൊണ്ടുവരുവാൻ ചേവകർ പോയതാണ്. എന്നാൽ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ അവര് മടങ്ങി വന്നപ്പോൾ അവര് എന്തേ പിടിച്ചുകൊണ്ടുവരാത്തത് എന്ന് തിരക്കുമ്പോൾ പറഞ്ഞ വാക്കാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ അരുമനാഥന്റെ ആ ലാളനയോടുകൂടി ആ വാക്കുകൾ കേട്ടപ്പോൾ പിടിക്കുവാൻ ചെന്ന അവർക്ക് പോലും അത് കഴിയാതെ പോയി എന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം, നമ്മുടെ സംസാരത്തിന് വലിയ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. രസകരമായ സംസാരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ കോപം ഇളക്കുന്നതായ രീതിയിൽ സംസാരിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ ചിലർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന അനേകരെ, അറുബോറൻ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അനേകരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലില്ലാത്ത നാക്കിനാൽ എന്തും പറഞ്ഞു കളയാമെന്ന് കരുതുന്ന ചിലരെ കാണുവാനായിട്ട് കഴിയും. സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡൻ എന്ന തത്വം അനുസരിച്ച് അധികം സംസാരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ പല നിലകളിലാണ് സംസാരത്തിന്റെ ദിശ പോകുന്നത്. ചിലര് എത്ര യോഗ്യവാന്മാരായിരുന്നാലും വായി തുറന്നാൽ ആ അഭിപ്രായമൊക്കെയും മാറ്റിക്കളയുന്ന അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതായാലും ഒരുവനെ ശത്രുവാക്കുവാനും മിത്രവാക്കുവാനും കഴിയുന്ന പ്രക്രിയയിൽ സംസാരത്തിന് അനൽപമായ പങ്കുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. സംസാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് ഒരു 10 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട്, നല്ലൊരു സംഭാഷകനാകാൻ വേണ്ട ഒരു ഗുണം നല്ലൊരു ശ്രോതാവാകുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോൾ, എങ്ങനെ, എന്തിനെ പറ്റി, ആരോട് സംസാരിക്കണം എന്നുള്ളതാകുന്ന ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, മാന്യവും ഹിതകരവുമായ ഭാഷ വേണം സംസാരത്തിന് ഉപയോഗിക്കേണ്ടത്. നാലാമത്തെ കാര്യം, എല്ലാവരോടും ആദരവുപൂർവം സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം, ശ്രോതാവിന്റെ മുഖത്തോ കണ്ണുകളിലോ നോക്കി സംസാരിക്കേണ്ടതും ആവശ്യമാണ്. ആറാമത്തെ കാര്യം, അഭിപ്രായങ്ങൾ ലളിതവും വ്യക്തവുമായി തുറന്ന് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ഏഴാമതായിട്ട്, സ്വന്തം നിലപാട് തെറ്റാണെന്ന് ബോധ്യമായാൽ അത് തിരുത്തുവാനായിട്ടുള്ളതായ സന്മനസ് കാണിക്കേണ്ടത് ആവശ്യമാണ്. എട്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടി അവസരം കൊടുക്കേണ്ടതും ആവശ്യമാണ്. 9, പരദൂഷണം പറയുന്ന ആ അനുഭവം ഉണ്ടാകുവാനായിട്ട് പാടില്ല. 10ാമത്തെ കാര്യം, ആത്മപ്രശംസ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒത്തിരി പ്രയാസങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോകുവാനായിട്ട് നമുക്കിടയായിത്തീരും. ഒരു ചെറിയ ചിരിയോടുകൂടി
എത്ര വലിയ വിഷയമായിരുന്നാലും സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനെല്ലാം വലിയ അയവ് വരുത്തുവാനായിട്ട് സാധിക്കും. സോറി എന്ന ഒരു വാക്ക് പറയുവാൻ തയ്യാറായാൽ അനേക വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് ഒക്കെ അങ്ങനെ ഒരു വാക്ക് പറയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അനേക ഡിവോഴ്സിൽ നിന്ന് ആ കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അനേക കൊലപാതകങ്ങൾ മാറിപ്പോകുമായിരുന്നു. ചില വാക്കുകൾ മുഖാന്തരമാണ് ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യർ പലപ്പോഴും ചെന്നു വീഴുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അനേക സഭകളിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതൊക്കെ തന്നെയാണ്. സംസാരത്തിൽ വരുന്ന ചില പാകപ്പിഴകൾ, അവിടുത്തെ ശുശ്രൂഷകനുമായി ഇടചേർന്നു പോകുവാൻ കഴിയാതെ വിശ്വാസികൾ അവര് ഭാരപ്പെടുന്നു. വിശ്വാസികളോട് ചേർന്നു പോകുവാൻ കഴിയാതെ ശുശ്രൂഷകന്മാർ ഭാരപ്പെടുന്നു. തുടങ്ങിയ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക സഭകളുടെ തകർച്ചകൾക്ക് കാരണം, അത് ചിന്നാഭിന്നമായി പോകുന്നതിന് കാരണം ചെറിയ ചെറിയ സംസാരത്തിൽ വന്നു പോയിട്ടുള്ളതായ പാകപ്പിഴകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, രാഷ്ട്രത്തിലാകട്ടെ, എവിടെ നോക്കിയാലും ചില സംസാരത്തിൽ വന്ന പാകപ്പിഴകൾ നിമിത്തമായിട്ടായിരിക്കാം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങൾ, ഇതെല്ലാം ഇപ്രകാരം ഒക്കെ തന്നെയാണ്. അതേ പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിന്റെ സംസാരത്തിന് പോലും വലിയ മാധുര്യവും ലാളനയും അനേകരെ നേടുവാനും കഴിഞ്ഞിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. നമ്മൾ എത്ര ശ്രമിച്ചാലും പലപ്പോഴും നമ്മൾ കോപിച്ചു പോകും. നമ്മുടെ സംസാരങ്ങളിൽ ഒത്തിരി പാകപ്പിഴകളുണ്ട്. എന്നാൽ നാം ശ്രദ്ധിച്ചാൽ അനേക കാര്യങ്ങൾ നമുക്ക് തിരുത്തി പോകുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ അനേക പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ദൈവാക്കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. ശത്രുഭീതി നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. ശത്രുഭീതി നീക്കി എന്നെ മാത്രതോറും